പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഇന്ന് രാവിലെ യേശുവിനോട് സംസാരിച്ചുവോ? യേശുവിനോട് എത്ര സമയം സംസാരിച്ചു? യേശു നിങ്ങളോട് സംസാരിച്ചുവോ? നാം ദിവസവും യേശുവിനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. യേശു ദിവസവും നമ്മോട് സംസാരിക്കുന്നതാണ് വേദപാരായണം. ഇത് രണ്ടും ക്രമത്തോടെ ചെയ്തുകൊണ്ടിരുന്നാൽ ദിവസവും സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയും ജീവിക്കാനാകും. ശരി, ഇന്നേ ദിവസം ഏതോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സാക്ഷിയെ ബാധിക്കുന്നു. ഏതോ ഒരു തെറ്റ് നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തെയും സമാധാനത്തെയും ബാധിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തു, മിസ്റ്റേക്ക് ചെയ്തു പോയി, അയ്യോ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ എന്ന് ഏതോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നു, കഷ്ടപ്പെടുന്നു. ചിലര് പറയും, എന്റെ കുറ്റമൊന്നും ക്ഷമിക്കപ്പെടില്ല, നിങ്ങളുടെ വാക്ക് എനിക്കൊരാശ്വാസം തരുന്നു, അതല്ലാതെ എനിക്ക് മാപ്പ് കിട്ടാൻ പോകുന്നില്ല, അത്ര വലിയ പാപം ചെയ്തു. ഇങ്ങനെ ബാധിക്കപ്പെട്ട ഒരു മനസ്സോടെയാണ് നിങ്ങളുള്ളതല്ലേ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി? ദൈവം ഒരു വാക്യത്തിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 1:18 യഹോവ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. ഹിമം എന്ന് പറഞ്ഞാൽ, അതായത് സ്നോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്നോ നല്ല വെള്ള നിറത്തില് വെണ്മയുള്ളതായിരിക്കും, കട്ടിയായിരിക്കുന്ന മഴയാണ്. അതുപോലെ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതായി വെള്ളയായി മാറുമെന്ന്. അത് രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പാപം കാരണം രക്തക്കറ പറ്റിയതുപോലെ പാപം നിങ്ങൾക്ക് ബാധിപ്പുണ്ടാക്കിയിരിക്കാം. ഏതോ ഒരു പാപം, കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപം, ചിന്ത കൊണ്ടുണ്ടായ പാപം, നാവുകൊണ്ട് ചെയ്ത പാപം, നിങ്ങൾ ആരെയോ വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ബാധിപ്പുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും മറ്റുള്ളവരുമായി പെരുമാറുന്ന വിധത്തിലും ഏതോ ഒരു പാപം. ഇതെല്ലാം ക്ഷമിക്കപ്പെടുമോ? അയ്യോ ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്, അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണോ? ദൈവം പറയുന്നു, എന്റെ മക്കളെ, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമക്കട്ടികൾ പോലെ വെണ്മയുള്ളതാക്കും. നിന്റെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിക്കും, പാപക്കറകളെല്ലാം നീക്കുമെന്ന് ദൈവം പറയുന്നു. ഡ്രസ്സിൽ കറ പറ്റിയാൽ അത് കളയാനായി ഇപ്പോൾ പല ലിക്വിഡുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലേ? പല സോപ്പുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന കറയ്ക്ക് ഇന്നത് തേച്ചാൽ അത് പോകും, പെർഫെക്റ്റ് ആവും. ചില കറകള് പോകും, പക്ഷേ അതിൻ്റെ ആ മാർക്ക് അതിൽ തന്നെ ഉണ്ടാകും. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അഴുക്ക് പോകും, പക്ഷെ ആ മാർക്ക് അങ്ങനെ തന്നെ ഉണ്ടാകും. അതുപോലെ പാപം പോയി, പക്ഷേ മനസ്സാക്ഷിയിൽ ഒരു വിഷമമുണ്ട്, ഒരു കറ പോയിട്ടില്ല, അതങ്ങനെ തന്നെയുണ്ട് എന്ന് വിചാരിക്കുകയാണോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തത്തിന് ആ ശക്തിയുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള പാപത്തെ നീക്കി പാപത്തിന്റെ കറകളും മാറ്റിക്കളയും. അങ്ങനെ ഒരു അഴുക്കുണ്ടായിരുന്നതിന്റെ മാർക്ക് പോലും കാണില്ല. ചില സമയത്ത് നമ്മൾ നല്ല വെള്ള ഷർട്ട് ഇട്ടിട്ട് പോകുമല്ലേ, കുറച്ച് ചായക്കറ അതിൽ പറ്റി, എന്തെങ്കിലും നല്ല സോപ്പ് തേച്ച് കഴുകി അത് ഉണക്കാനിട്ടാൽ വെള്ളയായി കാണാൻ സാധിക്കും. അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ ചായ വീണ കറ വട്ടത്തിൽ കാണാം. ആദ്യം വ്യക്തമായി കണ്ടിരുന്നത് പോയി, പക്ഷെ ഇപ്പോൾ അടയാളം കാണുന്നുണ്ട്, അല്ലേ? അതുപോലും കാണില്ല. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പാപത്തിന്റെ അടയാളം പോലും കാണാത്ത വിധം യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. കട്ടിയുള്ള ഹിമത്തെപ്പോലെ എത്ര വെളുത്ത് ശുദ്ധമായി കാണാം. ഒരഴുക്കുപോലും കാണാത്ത വിധം ശുദ്ധീകരിക്കുന്ന ശക്തി യേശുവിന്റെ രക്തത്തിനുണ്ട്. പിന്നെന്തിന് നിങ്ങൾ ഭയപ്പെടണം? അതിന് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നേ മാത്രം, പാപത്തെ മറയ്ക്കുന്നവൻ ജീവിക്കുകയില്ല. അതേറ്റുപറഞ്ഞ് വിട്ടുകളയുന്നവന് കരുണ ലഭിക്കും. ഒരു ഡ്രസ്സിൽ അഴുക്ക് പറ്റിയാൽ അത് മറച്ച് മൂടി പാന്റിനകത്തേക്ക് തള്ളി എത്ര നാള് മറയ്ക്കാൻ സാധിക്കും? വീണ്ടും അത് പുറത്തു കാണും, അല്ലേ? അതിന് പകരമായി നന്നായി കഴുകി വൃത്തിയാക്കിയാൽ പെർഫെക്റ്റ് ആകും, അല്ലേ? നിങ്ങളത് മൂടി വെക്കുംതോറും അത് നിങ്ങളെ ബാധിക്കും. പക്ഷെ യേശുക്രിസ്തുവിങ്കലേക്ക് ചെന്ന്, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഈ കറയുണ്ട്, ഈ പാപം എന്റെ മനസ്സാക്ഷിയെ ബാധിക്കുന്നു, അങ്ങയുടെ രക്തം എനിക്കായി ചിന്തിയത് ഞാൻ വിശ്വസിക്കുന്നു, ഇത് കഴുകി ശുദ്ധമാക്കണമേ എന്ന് പറഞ്ഞു നോക്കൂ. അത്ര മതി. ദൈവം വേറൊന്നും ചോദിക്കുന്നില്ല. മുട്ടുകുത്ത്, ഉരുണ്ടുവന്ന് എന്നെ നമസ്കരിക്ക്, അഥവാ ഏത്തമിട് എന്ന് ദൈവം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പാപത്തെ ഏറ്റുപറഞ്ഞ് സമർപ്പിച്ചാൽ മാത്രം മതി. ഇപ്പോൾ തന്നെ മുറിക്കകത്ത് കയറി മുട്ടുകുത്തണമെന്നില്ല.
ഇപ്പോൾ തന്നെ ഇതേ സ്ഥലത്ത് നിന്ന് യേശുവേ എന്റെ ഹൃദയത്തെ കഴുകണമേ, എന്റെ പാപത്തെ കഴുകണമേ, ശുദ്ധമാക്കണമേ എന്ന് പറയൂ. ഉടനെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് മനസ്സിലാവും. ഉടനെ ഒരു സമാധാനവും മനസ്സിൽ സന്തോഷവും ഉണ്ടാകും. ഒരു കറ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. പരിപൂർണമായ ഒരു ശുദ്ധി ഉണ്ടാകും. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാമോ? ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, എന്റെ ഉള്ളിലുള്ള പാപത്തെയും പാപക്കറയെയും എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നു, മനസാക്ഷിയെ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ ഇപ്പോൾ തന്നെ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. കട്ടിയായ ഹിമത്തെപ്പോലെ വെള്ളയാക്കുമെന്ന് പറഞ്ഞുവല്ലോ. ആ വാക്കുപ്രകാരം അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്റെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടട്ടെ. എന്റെ ജീവിതത്തിലുള്ള പാപക്കറകൾ പോലും മായ്ച്ചു കളയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ